സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഹൈപ്പോത്തസിസ് ആണ്. എന്താണ് ഹൈപ്പോത്തസിസ് എന്നുള്ളത് അറിയോ? നമ്മൾ ഓക്കെ, റേഞ്ചിന്റെ എന്തോ ഇഷ്യൂ ഉണ്ടോന്ന് തോന്നുന്നു, ബ്രേക്ക് ആവുന്നുണ്ടായി. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? ഹലോ, സോ ലെറ്റ് സ്റ്റാർട്ട്. എന്താണ് ഹൈപ്പോത്തസിസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതങ്ങനെ തന്നെ പഠിക്കണം. ഹൈപ്പോത്തസിസ് ഈസ് എ ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് പ്രെഡിക്ട്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ്. നമ്മൾ വാരിയബിൾസ് എന്താണെന്നൊക്കെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായി അല്ലേ? അപ്പോൾ ഈ വാരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ആൻഡ് ദാറ്റ് ക്യാൻ ബി ടെസ്റ്റബിൾ. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഒരു ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ റിസർച്ചിന് ഒരു ഡയറക്ഷൻ ഉണ്ടാവുന്നത്. നമ്മൾ ഏത് വഴിയിലേക്കാണ് പോവേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ റിസർച്ച് കൊണ്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഒരു തീരുമാനമാവുന്നത് നമ്മൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്ന സമയത്താണ്. സോ നമ്മൾ എന്തെങ്കിലും രണ്ട് വാരിയബിൾസ് തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഈ വാരിയബിൾസിനെ പറ്റിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ റണ്ണിങ് സ്പീഡും ഫുഡ് ഇൻടേക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. സോ ഹിയർ ഫുഡ് ഇൻടേക്ക് എന്ന് പറയുന്നത് ഏത് വാരിയബിളാണ്? ഫുഡ് ഇൻടേക്ക് എന്ന് പറയുന്നത് ഏത് വാരിയബിളാണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. യെസ്, വെരി ഗുഡ്. ഇൻഡിപെൻഡന്റ് വാരിയബിൾ ആണ്. ഇൻഡിപെൻഡന്റ് വാരിയബിൾ ആയിട്ടുള്ള ഫുഡ് ഇൻടേക്കും ഡിപെൻഡന്റ് വാരിയബിൾ ആയിട്ടുള്ള റണ്ണിങ് സ്പീഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പം ഞാൻ ആ റിസർച്ചിൽ എഴുതുകയാണ്, ഡിപ്പെൻഡ്സ് ദ ടൈപ്പ് ഓഫ് ഹൈപ്പോത്തസിസ്. എനിക്കത് മാറ്റാം, അതേ ടൈപ്സിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് പറയുന്നുണ്ട്. ദർ വിൽ ബി എ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈ ഫുഡ് ഇൻടേക്ക് ആൻഡ് റണ്ണിങ് സ്പീഡ് ഓഫ് അത്ലറ്റ്സ്. അപ്പം ഞാൻ അവിടെ എന്താ ചെയ്തത്, രണ്ട് വാരിയബിൾസ് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനങ്ങ് ഉണ്ടാക്കി. അതിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ചിന് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മളുടെ ഡെയിലി ലൈഫിലൊക്കെ ഈ ഹൈപ്പോത്തസിസുകൾ നമ്മൾ ചിലപ്പോഴത്ത് ഉപയോഗിക്കാറുണ്ട്. ജസ്റ്റ് എക്സാമ്പിൾ, യെസ് പറഞ്ഞോളൂ. ഹൈപ്പോത്തസിസ് ഒന്ന് പറഞ്ഞുതരൂ എനിക്ക്. ഷുവർ. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പാകത്തിന്, എന്ന് വെച്ചാൽ നമുക്ക് പരിശോധിച്ച് തെളിയിക്കാൻ പാകത്തിന് നമ്മൾ അസ്യൂം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുക. ഞാൻ ഡെയിലി ലൈഫിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് കോളേജിൽ നിങ്ങളുടെ നാട്ടിൽ വല്ല പൂരോ പെരുന്നാളോ അങ്ങനത്തെ എന്തെങ്കിലും ആഘോഷം ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ കോളേജിൽ നിന്ന് യൂഷ്വൽ വിടുന്നൊരു സമയത്ത് വന്നാൽ അവിടെ നിങ്ങളൊരു ട്രാഫിക് ജാമിൽ പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ മുന്നേ തീരുമാനിക്കുകയാണ്, മേ ബി ഞാൻ കുറച്ച് നേരത്തെ കോളേജിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് ആ ട്രാഫിക് ജാമിൽ പെടാതെ എത്താം. ട്രാഫിക് ജാമും നിങ്ങളുടെ ആ ഒരു ടൈമും തമ്മിലുള്ള ഒരു ബന്ധം, അവിടെ ഒരു ബന്ധമുണ്ട്. ട്രാഫിക് ജാമിൽ പെട്ടാൽ ചിലപ്പം എനിക്ക് ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് ട്രാഫിക് ജാമിൽ പെടാതെ വേഗം വീട്ടിലെത്താം എന്ന് നിങ്ങളതിൻ്റെ അസംഷൻ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി പ്രെഡിക്റ്റബിൾ ഓൾസോ. നിങ്ങൾക്ക് വന്ന് നോക്കാം, നേരത്തെ ഇറങ്ങി നോക്കാം. മേ ബി അത് തെറ്റാം. ചിലപ്പോൾ നേരത്തെ ഇറങ്ങിയാലും നിങ്ങൾ ട്രാഫിക് ജാമിൽ പെടുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നേരത്തെ ഇറങ്ങിയാൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ വേഗം പോകാൻ പറ്റുന്നുണ്ടായിരിക്കും. വാട്ട് എവർ ദ റിസൾട്ട്, നിങ്ങൾക്ക് അതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവാം എന്ന് പറയുമ്പോഴാണ് ഹൈപ്പോത്തസിസ് അവിടെ ഫോർമുലേറ്റ് ആവുന്നത്. ഇനി നമ്മൾ റിസർച്ചിൻ്റെ എക്സാമ്പിളിലേക്ക് വരാം. ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ്, ഞാൻ ഒരു ഫുഡ് ഇൻടേക്കും റണ്ണിങ് സ്പീഡും അത്ലറ്റ്സിൽ മെഷർ ചെയ്യുമ്പോൾ അവിടെ ഞാൻ ആദ്യം ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. എന്ത്? ഫുഡ് ഇൻടേക്ക് റണ്ണിങ് സ്പീഡിനെ ബാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദർ വിൽ ബി എ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫുഡ് ഇൻടേക്ക് ആൻഡ് റണ്ണിങ് സ്പീഡ് ഓഫ് അത്ലറ്റ്സ്. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ അങ്ങനെ ഒരു അസംഷൻ ഉണ്ടാക്കുകയാണ്. ഈ അസംഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ബി ടെസ്റ്റബിൾ അല്ലേ? ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ പോലെ കുറേ 3 ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ട് ഫുഡിൻ്റെ വേരിയേഷൻ, അളവിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് ഇവരെ ഓടിപ്പിച്ചിട്ട്
അപ്പം ഞാൻ ചെയ്ത ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇത് ബന്ധമുണ്ടാവാം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ ഇറങ്ങിയാൽ ട്രാഫിക് ജാം കിട്ടാതെ വേഗം രക്ഷപ്പെടാം എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനത്തെ കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇപ്പം ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ. ഇനി ഈ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ഹൈപ്പോത്തസിസിൻ്റെ കംപ്ലീറ്റ് പവറും അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ആ ഹൈപ്പോത്തസിസിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത് എൻ്റെ ടെസ്റ്റബിലിറ്റിയിലാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, ഇന്ത്യയിൽ നിന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തുളച്ചു തുടങ്ങിയാൽ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് എത്താം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ മേ ബി ദാറ്റ്സ് നോട്ട് പോസിബിൾ, മേ ബി അല്ല ദാറ്റ്സ് നോട്ട് പോസിബിൾ അല്ലേ? അപ്പോൾ ആ ഹൈപ്പോത്തസിസിന് അവിടെ വിലയുണ്ടോ? അപ്പോൾ ആ ഹൈപ്പോത്തസിസിന് അവിടെ വിലയില്ല. അപ്പോൾ ഒരു ഹൈപ്പോത്തസിസിന് വില ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റബിൾ ആയിരിക്കണം, നമുക്കത് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം ആ ഹൈപ്പോത്തസിസ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മളൊരു ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഹൈപ്പോത്തസിസുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഫുഡ് ഇൻടേക്ക് റണ്ണിങ് സ്പീഡിനെ ബാധിക്കാം, അതല്ലെങ്കിൽ വേറെയും പറയട്ടോ, ബാധിക്കില്ല എന്നും പറയാം, അത് വഴിയേ വരുന്നുണ്ട്, അതിപ്പം പറയണ്ട. ഫുഡ് ഇൻടേക്ക് റണ്ണിങ് സ്പീഡിനെ ബാധിക്കാം. അതും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ഇറങ്ങിയാൽ ട്രാഫിക് ജാമിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാം. ദീസ് ഓൾ ആർ സം പ്രിഡിക്ഷൻസ്. ഇത് നമ്മളൊരു പ്രിഡിക്ഷൻ, നമുക്കൊരു എക്സ്പെക്റ്റഡ് ഔട്ട്കം ഉണ്ട് അതിന്, അങ്ങനെ വരാം അല്ലേ, അതൊരു ഗ്രാമറാണ്. അങ്ങനെ ആവാം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രിഡിക്ഷൻ എന്താ, അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നൊരു എക്സ്പെക്റ്റേഷൻ അല്ലേ അവിടെ സെറ്റ് ചെയ്യുന്നത് നമ്മൾ, അല്ലേ? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ. അപ്പോൾ അതൊരു പ്രിഡിക്ഷനും അവിടെ ഉണ്ട്, ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു റിലേഷൻഷിപ്പിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫുഡ് ഇൻടേക്കും റണ്ണിങ് സ്പീഡും തമ്മിൽ ഉണ്ടോ, ആ തമ്മിൽ എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പും കൂടെ അവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ട്രാഫിക് ജാമും നമ്മുടെ സമയവും തമ്മിൽ, ആ സമയവും ട്രാഫിക് ജാം നമ്മൾ ആ ബ്ലോക്ക് ആവുന്നതും നേരത്തെ വീട്ടിലെത്താം എന്നുള്ള ആ രണ്ട് സാധനങ്ങൾ തമ്മിലൊരു കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഈസ് എ ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് പ്രെഡിക്ട്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രെഡിക്ഷൻ, ടെസ്റ്റബിലിറ്റി, റിലേഷൻഷിപ്സ് ആർ ദി key characteristics of hypothesis. Is it clear? Yes ma'am. ഓക്കെ. ഇനി നമ്മൾ ഡ്രിങ്കിങ് കോഫി ഇംപ്രൂവ്സ് കോൺസെൻട്രേഷൻ. നമ്മൾ വിചാരിക്കുകയാണ് കോഫി കുടിച്ചാൽ കോൺസെൻട്രേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്, അതൊരു പ്രഡിക്ഷനാണ് അല്ലേ, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹിയർ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ബോറടിച്ചിരിക്കുന്ന സമയത്ത് കോഫി കുടിച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ജോലിയിൽ നമുക്ക് ഏർപ്പെട്ടിട്ട് അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ്, ഒരു കണക്ഷൻ നമുക്ക് വേണമെങ്കിൽ നോക്കാം അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിത ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കൂ ഒരു ഹൈപ്പോത്തസിസിന്. ഇപ്പം സ്റ്റഡി ഹവേഴ്സും എക്സാം പെർഫോമൻസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വെരി ഗുഡ്. അങ്ങനെ നമുക്ക് നോക്കാം. ദർ വിൽ ബി എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റഡി ഹവേഴ്സ് ആൻഡ് അക്കാദമിക് പെർഫോമൻസ് ഓഫ് എ കോളേജ് സ്റ്റുഡൻസോ എമംഗ് കോളേജ് സ്റ്റുഡൻസോ അഡോളസൻസോ എന്ത് വേണേലും പറയാം. അവിടെ നമ്മൾ ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്തു അല്ലേ. ഓക്കെ. അടുത്തത് ഗുഡ് ഹൈപ്പോത്തസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരു നല്ല ഹൈപ്പോത്തസിസ് ആണെങ്കിൽ അതിന് എന്തൊക്കെ ക്യാരക്ടർ വേണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ സെറ്റ് ചെയ്യുന്ന എല്ലാ ഹൈപ്പോത്തസിസും ഒരേപോലെ ഈസി ആൻഡ് സിമ്പിളാണെന്നും ആയിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല. ഹൈപ്പോത്തസിസിനനുസരിച്ചിട്ട് അതിൻ്റെ സ്വഭാവങ്ങളും കുറച്ചൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും കുറച്ച് 3 ക്യാരക്ടേഴ്സ് നിർബന്ധമായിട്ടും ഒരു ഹൈപ്പോത്തസിസിന് വേണം എന്നാണ് പറയുന്നത്. ഒന്നാമത്തത്, ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഫോക്കസ്ഡ്. വളരെ സിമ്പിളായിരിക്കണം. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഫുഡ് ഇൻടേക്ക് റണ്ണിങ് സ്പീഡിനെ ബാധിക്കുന്നുണ്ടോ? എന്ത് സിമ്പിളാണ് ആ സാധനം അല്ലേ. ഒരു പ്രെഡിക്റ്റർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു ഔട്ട്കം വേരിയബിൾ, എന്തെങ്കിലും ഒന്ന് മാറാം, എന്തെങ്കിലും ഒരു ചേഞ്ച് അവിടെ സംഭവിക്കാം എന്നുള്ളൊരു സാധനവും നമുക്ക് ഉണ്ടായിരിക്കണം. വെറുതെ അൺനെസസറി ആയിട്ടുള്ള കോംപ്ലക്സിറ്റി നമ്മളൊരു ഹൈപ്പോത്തസിസിൽ കൊണ്ടുപോയിട്ട് ഇടാനായിട്ട് സാധിക്കില്ല മീൻസ് ചെയ്യാൻ പാടില്ല. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഹൈപ്പോത്തസിസ് അല്ല. സോ ഇറ്റ് ഷുഡ് ബി വെരി സിമ്പിൾ ആൻഡ് ഫോക്കസ്ഡ്. ഓക്കെ. റെഗുലർ എക്സസൈസ് സ്ട്രെസ്സിൻ്റെ ലെവലിനെ കുറയ്ക്കാം. സിമ്പിളായി നമ്മളവിടെ പറഞ്ഞു നിർത്തി. എക്സസൈസും സ്ട്രെസ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു സാധനം. ക്ലിയർ. അടുത്തത്, രണ്ടാമത്തത്, സ്പെസിഫിക് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. എന്ന് വെച്ചാൽ പ്രിസൈസ്ലി എല്ലാ വേരിയബിൾസിനെയും ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ റെഗുലർ എക്സസൈസ്, സ്ട്രെസ്സ് ഒന്ന് നോക്കി നോക്കൂ. ഈ റെഗുലർ എക്സസൈസ് എന്ന് പറയുന്നതും
എന്നതും എന്താണ്, ക്ലിയർ ആയിട്ട് നമ്മളവിടെ ഡിഫൈൻ ചെയ്തു ആ വേരിയബിൾസിനെ. സ്ട്രെസ് എന്ന് പറയുന്നതിൽ നമുക്ക് നേരെ മറിച്ച് ഞാനിപ്പോൾ പറയുകയാണ്, റെഗുലർ എക്സസൈസ് ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടിനെയൊക്കെ നമുക്ക് കുറയ്ക്കാം എന്നൊക്കെ പറയുമ്പോൾ ദർ വാസ് നോ ക്ലാരിറ്റി ഇൻ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. പല സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ചിന്തിക്കുക, എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുക. സോ അവിടെ നമുക്ക് എന്തില്ല, അങ്ങനെ ഒരു ക്ലാരിറ്റി നമുക്ക് കൊണ്ടുവരാനായിട്ട് എന്തില്ല, സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ രണ്ട് സാധനങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ അത് സ്പെസിഫിക് ആണ്, ക്ലിയർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഹൈപ്പോത്തസിസ് ഷുഡ് ബി സ്പെസിഫിക് ആൻഡ് ക്ലിയർ. ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ടെസ്റ്റബിൾ ആൻഡ് മെഷറബിൾ. നമ്മളത് കഴിഞ്ഞ സ്ലൈഡിൽ ഓൾറെഡി കവർ ചെയ്തു പോയി. അതെന്തായിരിക്കണം, നിർബന്ധമായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഈ പറയുന്ന പോലെ ഇവിടെ നിന്ന് തുളച്ചാൽ അമേരിക്കയിലുള്ള ഒരു സ്റ്റേറ്റിലെത്തോ എന്ന് ചോദിക്കുന്ന സാധനം ഇപ്പം നമുക്കൊരു നല്ല ടെസ്റ്റബിൾ ആയിട്ടുള്ള ഹൈപ്പോത്തസിസേ അല്ല. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് തുളയ്ക്കാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്കൊരു ഒബ്സർവേഷനിലൂടെയോ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റ്, ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ പറയാണ്, നമ്മൾ എന്താ പറയുക, ഏതെങ്കിലും ഒരു ട്രൈബൽ ആദിവാസികളിലൊക്കെ എന്തെങ്കിലും ഒരു കാലാവസ്ഥ അവരുടെ ഏതെങ്കിലും ഒരു സ്വഭാവത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. ദാറ്റ് ക്യാൻ ബി ഡൺ ത്രൂ ഒബ്സർവേഷൻ. നമുക്കത് ഒബ്സർവേഷനിലൂടെ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എക്സ്പെരിമെൻറ്റേഷൻ, അത് നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഇൻടേക്കും റണ്ണിങ് സ്പീഡും നമുക്കത് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഡാറ്റ കളക്ഷൻ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ടെസ്റ്റബിലിറ്റി ഇല്ലാണ്ട് ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരു അഭിപ്രായം മാത്രമാണ്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇവിടെ തുളച്ചാൽ ചിലപ്പോൾ അമേരിക്ക എത്തുണ്ടാവുമായിരിക്കും കേട്ടോ, അങ്ങനെ എത്താനുള്ളൊരു സാധ്യതയുണ്ട് എന്നൊക്കെ ഒരു അഭിപ്രായമായിട്ട് പറയാം. സെൻറ്റൻസ് രണ്ടും ഒന്നാണ്, പക്ഷെ ആ സെയിം സെൻറ്റൻസിനെ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. മനസ്സിലായോ? മനസ്സിലായി. ദെൻ അപ്പോൾ നമ്മൾ ഹൈപ്പോത്തസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ്. ആക്ച്വലി ഡിഫറെൻറ്റ് ടൈപ്സ് ഹൈപ്പോത്തസിസുകൾ ഉണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ആണ്. നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ H0 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ നമ്മൾ H1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ H0 എന്ന് പറഞ്ഞാൽ, 0 എന്ന് പറയുമ്പോൾ തന്നെ നോ എന്നുള്ളൊരു സാധനം, ഒന്നില്ല എന്നുള്ളൊരു സാധനം നമുക്ക് വരുന്നില്ലേ. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ദർ വിൽ ബി നോ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ദർ വിൽ ബി നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്ന് ഒന്നുമില്ല എന്നാണ് നമ്മളൊരു അസംഷൻ പറയുന്നതെങ്കിൽ ദാറ്റ് ഈസ് നൾ ഹൈപ്പോത്തസിസ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഫുഡ് ഇൻടേക്കും റണ്ണിങ് സ്പീഡാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫുഡ് ഇൻടേക്കും റണ്ണിങ് സ്പീഡും തമ്മിൽ ഒരു ബന്ധവുമില്ല, അങ്ങനെയാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതെങ്കിൽ ദാറ്റ്സ് കംസ് അണ്ടർ നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഫുഡ് ഇൻടേക്കും റണ്ണിങ് സ്പീഡും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഒരു രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്വാളിറ്റി ഓഫ് സ്ലീപ്പും അക്കാദമിക് പെർഫോമൻസും തമ്മിൽ എന്തെങ്കിലും ജെൻഡർ ഡിഫറൻസ് പറയും. ഇപ്പോൾ ജെൻഡർ ഡിഫറൻസും അക്കാദമിക് പെർഫോമൻസും തമ്മിൽ, അപ്പോൾ അവിടെ ഒരു ഡിഫറൻസാണ് വന്നത് അല്ലേ. മെയിലിനും ഫീമെയിലിനും അക്കാദമിക് പെർഫോമൻസിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ്. ജെൻഡർ ഡിഫറൻസ് അക്കാദമിക് പെർഫോമൻസിൽ ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ മെയിലിനും ഫീമെയിലിനും അക്കാദമിക് പെർഫോമൻസിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് നൾ ഹൈപ്പോത്തസിസ് ആണ്. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കിയേ നൾ ഹൈപ്പോത്തസിസിന്റെ. ഇപ്പം സ്റ്റഡി ഹവേഴ്സും എക്സാം പെർഫോമൻസും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളത്. സ്റ്റഡി ഹവേഴ്സും യെസ്, വെരി ഗുഡ്, അത് നൾ ഹൈപ്പോത്തസിസ് ആണ്. ദെൻ ഓൾട്ടർനേറ്റീവ്, അതായത് എക്സാം ഹവേഴ്സ് അല്ല സ്റ്റഡി ഹവേഴ്സ് എക്സാമിനെ ബാധിക്കുന്നുണ്ട്. വെരി ഗുഡ്, അതാണ് നള്ളും ഓൾട്ടർനേറ്റീവും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമ്മൾ പറയുന്ന വേറൊരു ചെറിയ ക്ലാസിഫിക്കേഷനാണ് സിമ്പിൾ ഹൈപ്പോത്തസിസും കോംപ്ലക്സ് ഹൈപ്പോത്തസിസും.
സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ സിമ്പിൾ ഹൈപ്പോത്തസിസ് ആണ്. ഒരൊറ്റ പ്രെഡിക്റ്റർ വേരിയബിളേ ഉള്ളൂ, ഒരു ഔട്ട്കം വേരിയബിളേ ഉള്ളൂ. എന്ന് വെച്ചാൽ സിംഗിൾ റിലേഷൻഷിപ്പിന് സ്റ്റഡി അവേഴ്സും അതുപോലെ തന്നെ എന്താണ് അക്കാദമിക് പെർഫോമൻസും ഒന്നൊന്നിനെ ബാധിക്കുന്നുണ്ടോ? വളരെ സിമ്പിളാണ്. പക്ഷേ കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പ്രെഡിക്റ്റേഴ്സ് വരും. സ്റ്റഡി ടൈമും സ്ലീപ്പ് ക്വാളിറ്റിയും ടുഗദർ എഫക്റ്റ് ബോത്ത് ടെസ്റ്റ് സ്കോർസ് ആൻഡ് സ്ട്രെസ് ലെവൽ. പഠിക്കുന്ന സമയവും ഇപ്പോൾ മോൾ എന്താ പറഞ്ഞത്, പഠിക്കുന്ന മണിക്കൂറും അക്കാദമിക് പെർഫോമൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്, ദാറ്റ്സ് കംസ് അണ്ടർ സിമ്പിൾ ഹൈപ്പോത്തസിസ്. ഇനി ഈ സെയിം സാധനത്തിന് തന്നെ നമ്മൾ കോംപ്ലക്സ് ആകുമ്പോൾ എങ്ങനെയാവും? സ്റ്റഡി അവേഴ്സും സ്ലീപ്പ് ക്വാളിറ്റിയും അക്കാദമിക് പെർഫോമൻസിനെയും സ്ട്രെസ്സിനെയും ബാധിക്കുന്നുണ്ടോ? കണ്ടോ, വേരിയബിൾസിൻ്റെ എണ്ണം കൂടിയതുകൊണ്ടോ? ഇൻ്റർ കോറിലേഷൻ നോക്കണം നമ്മളവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധം വരാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ? യെസ് മാം, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നള്ള്, ഓൾട്ടർനേറ്റീവ്, സിമ്പിൾ, കോംപ്ലക്സ് എന്ന് പറയുന്ന രണ്ട് ഹൈപ്പോത്തസിസുകൾ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മളൊരു ഹൈപ്പോത്തസിസ് കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ്ലി നമ്മളുടെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് അറിയണം. എന്ന് വെച്ചാൽ കുറച്ച് റിവ്യൂസൊക്കെ നോക്കിയിട്ട്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിലൊക്കെ കവർ ചെയ്യും. കുറച്ച് റിവ്യൂസൊക്കെ നോക്കിയിട്ട് എന്താണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളൊരു തീരുമാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യണതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഒരു ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ യുവർ റിസർച്ച് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്. ഇനി റിസർച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിലേതൊക്കെ വേരിയബിൾസ് ആണ് വരിക എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇപ്പോൾ ഏതാണ് അതിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഏതാണ് അതിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഇൻടേക്ക് ആണ്, അല്ലെങ്കിൽ എന്താണ് ഈ റണ്ണിങ് സ്പീഡാണ്, അല്ലെങ്കിൽ കുട്ടി പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ഈ സ്റ്റഡി അവേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് അവിടുത്തെ, അല്ലേ? സ്റ്റഡി അവേഴ്സിനല്ലേ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സ്റ്റഡി അവേഴ്സ് അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ആൻഡ് അക്കാദമിക് പെർഫോമൻസ് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റഡി അവേഴ്സ്. അപ്പോൾ അക്കാദമിക് പെർഫോമൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. അങ്ങനെ ഇതിൽ ഏതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഏതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നുള്ളത് പ്രിസൈസ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം റിസർച്ച് ക്വസ്റ്റ്യനെ ഡിഫൈൻ ചെയ്യണം. രണ്ടാമത് വേരിയബിൾസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. മൂന്നാമത്തത് നമ്മൾ ഏത് ഹൈപ്പോത്തസിസ് ആണ് ഇതിൽ സെറ്റ് ചെയ്യേണ്ടത്, നൾ ഹൈപ്പോത്തസിസ് ആണോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണോ ഇതിൽ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ നോ എഫക്റ്റും, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എഫക്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു സാധനമാണ്. അപ്പോൾ മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേത് ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുക. നാലാമത് എൻഷുർ ദ മെഷറബിലിറ്റി. ഈ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. ഈ സെറ്റ് ചെയ്ത സാധനം മെഷറബിൾ ആണോ അല്ലെങ്കിൽ ടെസ്റ്റബിൾ ആണോ, നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് ഇത് നടപടിയാവോ എന്നുള്ള സാധനം നമ്മളിന്ന് എൻഷുർ ചെയ്യണം. അതാണ് എൻഷുർ മെഷറബിലിറ്റിയിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് കഴിഞ്ഞാൽ അതിലുള്ള വേരിയബിൾസ് ഏതൊക്കെയാണെന്നുള്ളത് പ്രിസൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. മൂന്നാമത് അത് നമ്മൾ ഏത് ഹൈപ്പോത്തസിസ് ആണ് സെറ്റ് ചെയ്യേണ്ടത്, നൾ ഓർ ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് അവസാനിപ്പിച്ച് പോകരുത്. അതിൻ്റെ മെഷറബിലിറ്റി, എന്തോരം നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സാധനം നമ്മളവിടെ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് വെച്ചാലും ചില എറേഴ്സൊക്കെ ആ ഹൈപ്പോത്തസിസിൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മെയിൻ രണ്ട് ടൈപ്പ് എററുകൾ വരുന്നത് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ് എന്നുള്ളതാണ്. ആക്ച്വലി ഈ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് തന്നെ ഒരു അൺസർട്ടനിറ്റിയുടെ അണ്ടറിൽ നിന്നിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷനാണ്. നമുക്ക് ഉറപ്പില്ലാത്തൊരു സാധനമല്ലേ നമ്മൾ ഹൈപ്പോത്തസിസ് ആയിട്ട് പറയുന്നത്. നമുക്ക് എക്സാക്റ്റ്, അതെ, നമുക്ക് പ്രിസൈസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അത് ഉണ്ട് എന്ന് പറയുന്ന ഒരു സാധനം പിന്നെ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, കാരണം അത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഒരു ഹൈപ്പോത്തസിസിൻ്റെ കാര്യമില്ല. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എപ്പോഴും അതൊരു അൺസർട്ടനിറ്റിയുടെ, ഒരു ഉറപ്പില്ലായ്കയുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ എന്തുണ്ടാവാനുള്ള സാധ്യത നാച്ചുറലാണ്, തെറ്റുകൾ വരാനുള്ള സാധ്യത, എറേഴ്സ് വരാനുള്ള സാധ്യത നാച്ചുറലാണ് എന്നാണ് പറയുന്നത്. രണ്ട് ടൈപ്പ് എറേഴ്സാണ് സാധാരണഗതിയിൽ ഹൈപ്പോത്തസിസിൽ വരിക, ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. ഓക്കെ,
ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് ഫോൾസ് പോസിറ്റീവ് എന്നാണ് അതിനെ പറയുക. തെറ്റി നമ്മൾ പോസിറ്റീവായിട്ട് തെറ്റിദ്ധരിക്കുക പോസിറ്റീവായിട്ട് തെറ്റിദ്ധരിക്കുന്നതിനെയാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. എൻ്റെ സ്പീഡ് കൂടുന്നുണ്ടോ നിത? ഇല്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് ഇത് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഈ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം തമ്മിൽ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. രണ്ടും ഇങ്ങനെ വളച്ചിട്ടാണ് ഈ സെൻറ്റൻസ് നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് റിജക്റ്റ് എ ട്രൂ നൾ ഹൈപ്പോത്തസിസ്. റിജക്റ്റ് എ ട്രൂ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ റിലേഷൻ ഇല്ല എന്ന് പറയുന്നത്. യെസ്, റിലേഷൻ ഇല്ല. ട്രൂ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ? റിലേഷൻ ഉണ്ട് എന്നുള്ളത്, രണ്ട് വേരിയബിൾസ് അല്ല. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം? നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ നൾ ഹൈപ്പോത്തസിസ് ആണ് അവിടുത്തെ ശരി. പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നൾ ഹൈപ്പോത്തസിസ് തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നു. സോ ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധം ഇല്ല എന്നുള്ളിടത്ത് നമ്മൾ പറയാണ് അല്ല, ബന്ധമുണ്ട് എന്ന്. തെറ്റിയിട്ട് ബന്ധമുണ്ട് എന്ന് പറയാണ്. വി കൺക്ലൂഡ് സംതിങ് ഈസ് ഹാപ്പനിങ് വെൻ ഇറ്റ് ആക്ച്വലി ഇസൻറ്റ്. നമ്മൾ സത്യമായിട്ടും അവിടെ ഇല്ലാത്തൊരു സാധനത്തിന് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടി വെക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നതിനെയാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കുറച്ച് കൺഫ്യൂഷൻ ആവും. റിജക്റ്റ് എ ട്രൂ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന്, ട്രൂ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ, അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുക. അപ്പം എന്തായി? ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. There will be no relationship between study hours and academic performance എന്ന് പറഞ്ഞ നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ പറയുകയാണ് എന്ത്? ശരിക്കും അങ്ങനെ തന്നെയാണ്. സ്റ്റഡി അവേഴ്സും അതുപോലെ തന്നെ അക്കാദമിക് പെർഫോമൻസ് തമ്മിൽ ബന്ധമില്ല, അത് ശരിയാണ്. പക്ഷെ നമ്മൾ തെറ്റിയിട്ട് പറയുകയാണ് എന്ത്? ഇത് ഞാൻ റിജക്റ്റ് ചെയ്തു, ഹൈപ്പോത്തസിസ് ഇസ് റിജക്റ്റഡ്, ദർ വിൽ ബി എ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അക്കാദമിക് പെർഫോമൻസ് ആൻഡ് സ്റ്റഡി അവേഴ്സ് ഇൻ എമംഗ് കോളേജ് സ്റ്റുഡൻസ്. മനസ്സിലായോ? ഇതിനെ ഫോൾസ് അലാം എറർ എന്നാണ്, ഫോൾസ് അലാം എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ എന്താ വെച്ചാൽ ശരിക്കും അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ബന്ധം ഉണ്ടെന്ന് തെറ്റി അങ്ങോട്ട് ഡിറ്റക്റ്റ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് മിസ്ലീഡ് ചെയ്യുന്നൊരു സാധനമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവർ പറയുന്നത് നോക്കി നോക്കൂ, ഒരു ക്ലാസിക് എക്സാമ്പിളിൻ്റെ അണ്ടറിൽ എഴുതിയൊക്കെ നോക്കൂ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ലേ? ഇല്ല മാം, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ. ഇതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് the fire alarm blares because you burned popcorn in the microwave. You think there is a real fire but it's just smoke from overcooking. ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമുക്ക് ഫയർ അലാം എപ്പോഴാണ് വരിക? എന്തെങ്കിലും കത്തിപ്പിടിക്കുന്ന സമയത്താണ് ഫയർ അലാം വരുന്നത്. പക്ഷെ നമ്മുടെ കിച്ചണിൽ എന്തെങ്കിലും ഒരു സാധനം ഓവർ കുക്ക് ആയതിൻ്റെ സ്മോക്ക് വന്നാലും ഫയർ അലാം വരാം. അപ്പം നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് എന്ത്? അവിടെ കത്തിപ്പിടിച്ചിട്ടുണ്ടായിരിക്കാം. മനസ്സിലായോ? ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ചില ലാബുകളിൽ നമ്മൾ മെഡിക്കൽ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണ് എന്ത്? ഇല്ലാത്തപ്പോൾ ഷുഗർ ഇല്ലാത്ത ഒരാൾക്ക് ഷുഗർ ഉണ്ട് എന്ന് നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു വലിയ എററല്ലേ? ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കൂടുതലായിട്ട് നമ്മൾ അയാളെ കുറ്റക്കാരനായിട്ട് പറയുക. അയാൾ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ചെയ്തു എന്ന് തെറ്റിദ്ധരിക്കുന്നു. അതൊരു ലീഗൽ ടൈപ്പ് 1 എററാണ്. ഓക്കെ. ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ചെയ്താൽ അങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിട്ട് ആ ഒരു പ്രൊഡക്റ്റ് സക്സസ് ആക്കുക. അതൊരു മാർക്കറ്റിംഗ് ടൈപ്പ് 1 എററാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ടൈപ്പ് 1 എറേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ? ചിലപ്പോൾ ഇത് നമുക്ക് റിസോഴ്സുകൾ വേസ്റ്റ് ആക്കുക, അൺനെസസറി ആയിട്ട് നമ്മൾ പാനിക് ആവും അല്ലേ? ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയോക്കൂ, നമ്മളൊരു ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ട് എന്നുള്ളൊരു റിസൾട്ട്, ഇല്ലാത്തൊരു റിസൾട്ട് വന്ന് നമ്മൾ പാനിക്കായി പോവില്ലേ? അതുപോലെ തന്നെ തെറ്റായിട്ട് ഡിസിഷൻസ് എടുക്കാം. ഉണ്ടെന്ന് കണ്ട നേരെ ഓപ്പോസിറ്റ് ഡിസിഷൻസ് ആയിരിക്കും നമ്മൾ എടുക്കുക. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിൽ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ടൈപ്പ് 2 എററാണ്. എന്ന് വെച്ചാൽ ഫോൾസ് നെഗറ്റീവ് എറർ എന്നാണ് അതിനെ പറയുന്നത്. നോക്കിക്കോളൂ. വി ഫെയിൽ ടു റിജക്റ്റ് എ ഫോൾസ് നൾ ഹൈപ്പോത്തസിസ്. ഫെയിൽ ടു റിജക്റ്റ് എ ഫോൾസ് നൾ ഹൈപ്പോത്തസിസ്. നമ്മൾ ടൈപ്പ് 1 എന്താ പറഞ്ഞത്? നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു ട്രൂ നൾ ഹൈപ്പോത്തസിസിനെ. ഓക്കെ, ഇവിടെ എന്തായി? നമ്മൾ ഫെയിൽ ടു റിജക്റ്റ് ചെയ്യുന്നു ഫോൾസ് നൾ ഹൈപ്പോത്തസിസിനെ. പറഞ്ഞുതരാം. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ?
അതായത് രണ്ട് ഇത് തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളത്. ഇല്ല എന്ന് പറയുന്നത്. ഫോൾസ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നൾ ഹൈപ്പോത്തസിസ് തെറ്റാണ്. അതിന്റെ അർത്ഥം ഹൈപ്പോത്തസിസ് അതായത് അവിടെ റിലേഷൻ ഉണ്ട് എന്നല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ആ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. ആ, പക്ഷെ അത് നമുക്ക് റിജക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ ഓക്കെ. വി മിസ് ഡിറ്റക്റ്റിംഗ് സംതിങ് റിയൽ ദാറ്റ്സ് ആക്ച്വലി ഹാപ്പനിങ്. ഒരു സാധനം അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നില്ല. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. ഫോൾസ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫെയിൽ ടു റിജക്റ്റ് ചെയ്യാണ്. ഫെയിൽ ടു റിജക്റ്റ് എ ഫോൾസ് നൾ ഹൈപ്പോത്തസിസ്. സോ വി മിസ് ഡിറ്റക്റ്റിംഗ് സംതിങ് റിയൽ ദാറ്റ്സ് ആക്ച്വലി ഹാപ്പനിങ്. ശരിക്കും അവിടെ എന്തോ ഒരു സാധനം ഉണ്ട്, പക്ഷെ നമ്മളത് എന്ത് ചെയ്യാണ്? ഒന്നുമില്ല എന്ന് തന്നെ പറയുന്നതാണ് ടൈപ്പ് 2 എററിൽ വരുന്നത്. ക്ലിയർ ആണോ? ആ ക്ലിയർ ആണ്. ഓക്കെ. ഇവിടെ നമുക്ക് എന്ത് സംഭവിക്കാം? ഈ രണ്ട് എറേഴ്സും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ സ്റ്റഡിയിലൊക്കെ കയറി വരാം. അപ്പം അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്താണ്, അതിൻ്റെ ഒരു അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ എന്ത് വരും? നമ്മുടെ സ്റ്റഡി മൊത്തത്തിൽ തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, മൊത്തത്തിൽ തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ ടൈപ്പ് 1 എററിനെയും ടൈപ്പ് 2 എററിനെയും റിയൽ ലൈഫിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. ക്ലിയർ ആണോ? ആ ക്ലിയർ. ഇത്രയാണ് നമുക്ക് ഹൈപ്പോത്തസിസിന്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. ആ ഓക്കെ. ഇനി നമ്മളിതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ